അടുത്തതായിട്ട് നമുക്ക് ട്രാൻസിഷൻ എലമെന്റ്സ് ഫോം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പറ്റിയിട്ട് പഠിക്കാം. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കെമിക്കൽ ഫോർമുല K2Cr2O7. പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലെതർ ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ആൻ ഓക്സിഡൻറ്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അസോ കോമ്പൗണ്ട്സ്. അസോ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഡൈകൾ, നിറമുള്ള ഡൈസ്, N ഡബിൾ ബോണ്ട് N എന്ന ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഡൈകളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓക്സിഡൻ്റ് ആയിട്ടും K2Cr2O7 അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിക്കുന്നു. ഇനി ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പറ്റിയിട്ടാണ് നമ്മളിനി പഠിക്കുന്നത്. ആദ്യമായിട്ട് പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷൻ നമുക്കൊന്ന് നോക്കാം. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ക്രോമൈറ്റ് ഓറിൽ നിന്നുമാണ്. ക്രോമൈറ്റ് ഓർ ഈസ് ഫ്യൂസ്ഡ് വിത്ത് sodium or potassium carbonate in the presence of oxygen from excess air. ക്രോമൈറ്റ് ഓറിനെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റ് ഉപയോഗിച്ചുകൊണ്ട് റിയാക്ട് ചെയ്യിക്കുന്നു. ഈ റിയാക്ഷൻ നടക്കുന്നത് എക്സസ് ഓഫ് എയറിൻ്റെ പ്രസൻസിലാണ്. ഇങ്ങനെ എക്സസ് എയറിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ക്രോമൈറ്റ് ഓറ് സോഡിയം ക്രോമേറ്റ് ആയിട്ട് മാറുന്നു. ക്രോമൈറ്റ് ഓറ് സോഡിയം ക്രോമേറ്റ് ആയിട്ട് മാറുന്നു. ഈ സോഡിയം ക്രോമേറ്റ് യെല്ലോ കളറുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ യെല്ലോ കളറുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുന്നത്. ഇങ്ങനെ ഉള്ള സോഡിയം ക്രോമേറ്റിനെ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തുകയും അങ്ങനെ സോഡിയം ക്രോമേറ്റ് സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇവിടെ നോക്കൂ, സോഡിയം ക്രോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Na2Cr4. It undergo reaction with the sulfuric acid and form Na2Cr2O7 അല്ലെങ്കിൽ സോഡിയം ഡൈക്രോമേറ്റ്. ഇവിടെ സോഡിയം ഡൈക്രോമേറ്റ് ഒരു ഓറഞ്ച് കളറുള്ള സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ യെല്ലോ കളർ ചേഞ്ചസ് ടു ഓറഞ്ച് കളർ. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. ഈ രണ്ട് സ്റ്റെപ്പ് റിയാക്ഷൻ വഴി നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? സോഡിയം ഡൈക്രോമേറ്റ് ആണ്. ഇങ്ങനെയുള്ള സോഡിയം ഡൈക്രോമേറ്റ് ഇറ്റ് ഈസ് മോർ സോല്യുബിൾ ദാൻ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. സോഡിയം ഡൈക്രോമേറ്റ് വളരെയധികം സോല്യുബിൾ ആയതുകൊണ്ട് തന്നെ ഈ സോഡിയം ഡൈക്രോമേറ്റിനെ പൊട്ടാസ്യം ക്ലോറൈഡിൽ ഡിസോൾവ് ചെയ്യിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? സോഡിയം ഡൈക്രോമേറ്റ് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് പൊട്ടാസ്യം ക്ലോറൈഡ്. സോഡിയം ഡൈക്രോമേറ്റ് ചേഞ്ചസ് ടു പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഇതിൽ സോഡിയം അയോണുകൾ KCl-ഉമായിട്ട് റിയാക്ട് ചെയ്ത് പൊട്ടാസ്യം അയോണുകളായിട്ട് മാറുകയും നോക്കൂ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാകുകയും ചെയ്യുന്നു. So potassium dichromate is an orange color crystal. It can be crystallized out. ഇങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആയിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ കണ്ടു അല്ലേ? ഇവിടെ സോഡിയം ക്രോമേറ്റിനെ സോഡിയം ഡൈക്രോമേറ്റ് ആക്കി മാറ്റി സോഡിയം ഡൈക്രോമേറ്റിൽ നിന്നുമാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ക്രോമേറ്റും ഡൈക്രോമേറ്റും തമ്മിൽ ഇൻ്റർ കൺവേർട്ടബിൾ ആണ്. ദ ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് ആർ ഇൻ്റർ കൺവേർട്ടബിൾ ഇൻ അക്വസ് സൊല്യൂഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ pH. ഇൻ അക്വസ് സൊല്യൂഷനിൽ ക്രോമേറ്റ് അയോണും ഡൈക്രോമേറ്റ് അയോണും തമ്മിൽ ഇൻ്റർ കൺവേർട്ടബിൾ ആണ്. എന്നാൽ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അക്വസ് സൊല്യൂഷൻ്റെ pH-നെയാണ്. അപ്പോൾ pH-ൻ്റെ അടിസ്ഥാനത്തിൽ ക്രോമേറ്റ് ഡൈക്രോമേറ്റ് ആയിട്ട് മാറാനും ഡൈക്രോമേറ്റ് അയോൺ വീണ്ടും തിരിച്ച് ക്രോമേറ്റ് അയോണായിട്ട് മാറാനും ഉള്ള സാഹചര്യമുണ്ട്. എങ്ങനെയാണെന്ന് നോക്കൂ. ഇവിടെ രണ്ട് അയോൺസിലും ക്രോമിയത്തിന് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണുള്ളത്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ pH-ൻ്റെ അടിസ്ഥാനത്തിൽ ഇവ ഇൻ്റർ കൺവേർട്ടബിൾ ആണ്. ക്രോമേറ്റ് അയോൺ Cr2- ക്രോമിയം +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഈ ക്രോമേറ്റ് അയോൺ ഡൈക്രോമേറ്റ് ആയിട്ട് മാറുന്നത് H+ൻ്റെ പ്രസൻസിലാണ്. അതായത് അക്വസ് സൊല്യൂഷൻ അസിഡിക് pH-ലാണെങ്കിൽ അസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ക്രോമേറ്റ് ഡൈക്രോമേറ്റ് ആയിട്ട് മാറുന്നു. ഡൈക്രോമേറ്റ് അയോൺ ബേസിക് മീഡിയത്തിലാണെങ്കിൽ ഇറ്റ് വിൽ അഗെയിൻ ചേഞ്ചസ് ടു ക്രോമേറ്റ് അയോൺ. അപ്പം ഇങ്ങനെ ഇത് ഇൻ്റർ കൺവേർട്ടബിളുമാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് നമ്മൾ കണ്ടു അല്ലേ? ക്രോമിയം എന്ന ട്രാൻസിഷൻ എലമെൻറ്റ് ഫോം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്.
ഇപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ 2 ഓക്സോ ആനയോൺസ് അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ക്രോമേറ്റ് അയോണും അതുപോലെ തന്നെ ഡൈക്രോമേറ്റ് അയോണും. ഈ ക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചറും അതുപോലെ ഡൈക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചറും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ക്രോമേറ്റ് അയോൺ അല്ലെങ്കിൽ Zr O4 2- എന്ന അയോണിനെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കൂ. ക്രോമിയം ആറ്റം 4 ഓക്സിജൻ ആറ്റംസുമായിട്ട് ടെട്രാഹെഡ്രൽ പാറ്റേണിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് ക്രോമേറ്റ് അയോൺ ഉണ്ടാകുന്നത്, Cr O4 2-. ഡൈക്രോമേറ്റ് അയോണിലേക്ക് വരുമ്പോൾ 2 ക്രോമേറ്റ് അയോണുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഡൈക്രോമേറ്റ് അയോൺ ഫോം ചെയ്യുന്നത് അല്ലേ. ടെട്രാഹെഡ്രലി അറേഞ്ച് ചെയ്തിട്ടുള്ള 2 ക്രോമേറ്റ് അയോണുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഡൈക്രോമേറ്റ് അയോൺ ഉണ്ടാകുന്നത്. ഈ ഡൈക്രോമേറ്റ് അയോണിൽ 2 ക്രോമേറ്റ് അയോണുകളെ യോജിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കൂ. ഇവിടെ ക്രോമിയം ഓക്സിജൻ ക്രോമിയം എന്ന ബോണ്ട് ഉണ്ട്. അത് വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കണം. ഡൈക്രോമേറ്റ് അയോൺ ഈസ് ഹാവിങ് CrO-Cr ബോണ്ട്. ഈ ബോണ്ടിൻ്റെ ബോണ്ട് ആംഗിൾ 126 ഡിഗ്രിയാണ്. അതുപോലെ ഈ ബ്രിഡ്ജ്ഡ് ബോണ്ടിൽ ക്രോമിയം ഓക്സിജൻ ബോണ്ട് ലെങ്ത് 179 പൈക്കോമീറ്ററാണ്. എന്നാൽ ഓരോ ടെട്രാഹെഡ്രൽ മോളിക്യൂളിലെയും ക്രോമിയം ഓക്സിജൻ ബോണ്ട് ലെങ്ത് 163 പൈക്കോമീറ്ററാണ്. ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വളരെ അധികം വരച്ച് പഠിക്കേണ്ട ഒന്നാണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തതായിട്ട് ഡൈക്രോമേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡൈക്രോമേറ്റ്സിനെ പറ്റി പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത് സോഡിയം ഡൈക്രോമേറ്റിനെ പറ്റിയിട്ടും പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പറ്റിയിട്ടുമാണ്. ഇവ രണ്ടും നല്ല ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കെമിസ്ട്രിയുടെ ഫീൽഡിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതിനുണ്ട്. സോഡിയം ഡൈക്രോമേറ്റിനെ പറ്റി പറയുമ്പോൾ ഇറ്റ് ഈസ് ഹൈലി വാട്ടർ സോല്യൂബിൾ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി. പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പറ്റി പറയുമ്പോൾ ഇത് വോളിമെട്രിക് അനാലിസിസിലെ ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. സാധാരണയായിട്ട് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇങ്ങനെ പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ്. അസിഡിക് മീഡിയത്തിൽ ഡൈക്രോമേറ്റിന് എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. അപ്പോൾ ഇങ്ങനെ +6 ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള ഡൈക്രോമേറ്റ് അയോൺ അസിഡിക് മീഡിയത്തിൽ സ്വയം റിഡക്ഷൻ സംഭവിച്ച് Cr3+ ആയിട്ട് മാറുന്നു. സ്വയം റിഡക്ഷൻ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അതിനാൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ പല മേഖലകളിലും ഡൈക്രോമേറ്റ് അയോണുകളെ നല്ല ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഫോർ കൺവേർട്ടിംഗ് അയഡൈഡ് ടു അയഡിൻ, സൾഫൈഡ് ടു സൾഫർ, അയൺ 2 to അയൺ 3, tin 2 to tin 4. ഇങ്ങനെയുള്ള എല്ലാ ഓക്സിഡേഷൻ റിയാക്ഷൻസിനും നല്ല ഒരു ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. എങ്ങനെയാണ് അവയുടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നതെന്ന് നോക്കിക്കേ. അയഡൈഡ് അയോണുകളെ അയഡിനാക്കി മാറ്റുന്നു, H2Sലെ സൾഫൈഡിനെ സൾഫറാക്കി മാറ്റുന്നു, അതുപോലെ തന്നെ tin 2+ അയോണുകളെ tin 4+ അയോണുകളാക്കി മാറ്റുന്നു, Fe2+നെ Fe3+ ആക്കി മാറ്റുന്നു. ഇങ്ങനെയുള്ള പല റിയാക്ഷൻസിലും ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ട് ഉപയോഗിക്കുന്നവയാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഇവയുടെ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഫുൾ അയോണിക് ഇക്വേഷൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് നടക്കുന്ന റിയാക്ഷൻ്റെ ഹാഫ് റിയാക്ഷനും അതുപോലെ തന്നെ ഡൈക്രോമേറ്റ് Cr3+ ആയിട്ട് മാറുന്ന റിയാക്ഷനും കൂടെ സം ചെയ്ത് എഴുതിയാൽ മതി. ഒന്ന് നോക്കാം. ഇവിടെ നോക്കൂ. ഇവിടെ നോക്കിയാൽ Cr2O7 2- Cr3+ ആയിട്ട് മാറുന്നുണ്ട്. അതായത് സെൽഫ് റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രസൻസിൽ അയഡൈഡ് അയഡിനായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ Fe2+കൾ Fe3+ ആയിട്ട് മാറുന്നുണ്ട്. ആ രണ്ട് റിയാക്ഷനെയും ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കംപ്ലീറ്റ് റിയാക്ഷൻ കിട്ടും. അതിന് ഉദാഹരണമാണ് തന്നിരിക്കുന്നത്. Cr2O7 2- plus 14H++ 6 Fe2+ gives 2 Cr3+ plus 6 Fe3+ plus 7H2O. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡൈക്രോമേറ്റുകൾ ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് എന്നുള്ളതാണ്. ഇവിടെ ഈ കെമിക്കൽ റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് വളരെ വ്യക്തമായിട്ട് ഒന്ന് പഠിക്കണം.
പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ പല കെമിക്കൽ റിയാക്ഷൻ്റെയും ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അടുത്തതാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡിസിൻഫെക്റ്റൻറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വോളിമെട്രിക് അനാലിസിസ്. കൂടാതെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടാനിങ് ഓഫ് ലെതർ. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ റിയേജൻറ്റ് ഇൻ ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ്. ഇങ്ങനെ വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻസിന് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്.